പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയിൽ PV അൻവർ പങ്കെടുക്കും. നാളെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് PV അൻവർ അറിയിച്ചു. ഇന്നലെ വയനാട്ടിൽ വെച്ച് പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു. ഔദ്യോഗികമായി കോൺഗ്രസ് പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നാണ് സൂചന. അതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതിയിലും ചടങ്ങിലും PV അൻവർ പങ്കെടുത്തു. ഞാനും കേട്ടോ, ഞങ്ങൾ കത്ത് കൊടുത്തത് നിങ്ങൾ പറഞ്ഞതല്ലേ. പങ്കെടുക്കും. ഓ, അതെ. എവിടെ സ്ഥലം തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും നിലമ്പൂരായിരിക്കും. പിന്നെന്താ, മലയോര പരിപാടിയിൽ ആര് നടത്തിയാലും പങ്കെടുക്കുന്ന ആദ്യം നമ്മളെന്താ പറയാ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അതില് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ മതി. നിരുപാധികം UDF-ന് പിന്തുണ കൊടുത്ത് MLA-ഷിപ്പ് രാജിവെക്കുന്ന അന്ന് പറഞ്ഞ കാര്യം തന്നെയാണത്. അതിൽ പുതുതായിട്ട് വേറെ ഒന്നുമില്ല. നോക്കാം നമുക്ക്. മലയോര മേഖല യാത്രയിൽ PV അൻവറൂടെ പങ്കെടുക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണ, PV അൻവർ ഏത് പാർട്ടി ആര് നിർത്തിയാലും മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF-ലേക്കുള്ള പ്രവേശനത്തിന്റെ കൂടി പാതയാകുമോ ഈ മലയോര മേഖലയിലേക്കുള്ള യാത്ര? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തവെയാണ് അൻവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറെ ശ്രദ്ധേയം. നമുക്ക് വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾക്കുമൊപ്പമാണ് അൻവർ വേദിയിൽ ഇരിക്കുന്നത്. ആ വഴിയാണ് അൻവർ ഇവിടെ എത്തി ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ യാത്രയെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ തന്നെ അൻവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റും കുറിപ്പുകളും ഒക്കെ രംഗത്ത് വന്നതാണ്. അതിൽ എന്ന് വെച്ചാൽ പങ്കെടുക്കും എന്നുള്ളൊരു പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. UDF-ന്റെ ഭാഗമാകാനുള്ള നീക്കത്തിലേക്കാണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാമെന്നും കൂടി അൻവർ എന്തായാലും അവിടെ പറഞ്ഞു വെക്കുക കൂടിയാണ്. UDF-ന്റെ തീരുമാനമാണ് അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് തന്നെയാണ് നേരത്തെ തന്നെ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. VD സതീശനാണെങ്കിൽ ഒന്നും ഔദ്യോഗികമായി അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് ഒന്നും കരുതലോടെയുള്ള പ്രതികരണം തന്നെയാണ് UDF നേതാക്കൾ ആ ഘട്ടത്തിലും നടത്തുന്നത്. അവിടെയാണ് എന്തായാലും അൻവർ എന്തായാലും പങ്കെടുക്കുമെന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. അൻവറിന് ഈ ഒരു ക്ഷണം ലഭിച്ചതായ ഒരു സൂചനയും നമുക്ക് എന്തായാലും ലഭിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ PV അൻവറിനെയും UDF-ൽ ഉൾപ്പെടുത്തണമോ എന്ന ചർച്ച സജീവമായിരിക്കുകയാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം തന്നെ പങ്കെടുക്കുന്ന പരിപാടിയിൽ PV അൻവർ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർഷൽ.